ഡീ നീ എന്തിനാ കരയുന്നേ? എന്നിട്ടാ എന്താണ് പ്രശ്നം? അച്ഛൻ വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? വാ, നീ വല്ലതും കഴിച്ചായിരുന്നോ? അങ്ങനെ കാണാനായിട്ട് 4 ദിവസം അയച്ചാ അന്വേഷിക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. ഞാൻ പിറ്റേന്ന് വീട്ടിൽ വന്നപ്പോ നീ പറഞ്ഞെന്താ? അപ്പുറത്തോട്ട് പോയെന്നല്ലേ? അത് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞതാ. അല്ലെങ്കിലും പുഷ്പേട്ടനെ കണ്ണെടുത്ത കണ്ടുകൂടല്ലോ. അപ്പോൾ ഞാൻ തന്ന 5 ലക്ഷത്തിന് തീരുമാനമായല്ലേ? കയ്യിലെ കാശ് ഇരുമ്പോൾ നൂല് പിടിച്ചോലെ അവനിങ്ങ് വന്നോളും. പണ്ടും അവനിങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ഒരു തവണയല്ലേ പോയിട്ടുള്ളൂ. ഇനി ഒരു 2 ദിവസം നോക്കാം, അല്ലെങ്കിൽ പോലീസിലൊരു പരാതി എന്തെങ്കിലും കൊടുക്കാം. ഞാൻ പോലീസിൽ പരാതി കൊടുത്തിട്ടാ വന്നത്. ഇവിടത്തെ അഡ്രസ്സാ കൊടുത്തത്. എനിക്കല്ലെങ്കിലും അഡ്രസ്സും ഒന്നും ഇല്ലല്ലോ. അഡ്രസ്സ് ഉണ്ടാക്കാൻ കൊടുത്ത കാശ് കൊണ്ടാണല്ലോ അവൻ മുങ്ങിയത്. എന്റെ കഷ്ടകാലം ഒന്ന് പറഞ്ഞാൽ മതിയല്ലോ ദൈവമേ. എല്ലാവർക്കും കഷ്ടകാലം വരും, പക്ഷെ എനിക്ക് വരുമ്പോൾ മാത്രം ലോറി പിടിച്ചു വരും, ലോഡ് കണക്കിന്. ഞാനിപ്പോൾ എന്ത് പറയാൻ? അവൻ്റെ കാര്യം എന്തായാലും പോലീസുകാർ നോക്കിക്കോളും. നീ ഒന്ന് അടങ്ങ്. അതല്ല അച്ഛാ, പുഷ്പേട്ടന്റെ കയ്യിലെ കാശ് പിടിച്ചെടുക്കാൻ അങ്ങേരെ ആരെങ്കിലും ഉപദ്രവിക്കുമോ എന്തോ, എനിക്ക് പേടിയാവുന്നു. എനിക്ക് അങ്ങനെ ഒരു പേടിയൊന്നുമില്ല. അവനായിട്ട് ആരെങ്കിലും പോയി ഉപദ്രവിച്ചാലോ? നീ വാ, നമുക്ക് വല്ലതും കഴിക്കാം. എനിക്കൊന്നും വേണ്ട. നീ വിശന്നിരുന്നിട്ട് എന്താ കാര്യമുള്ളത്? നല്ല വറുത്തരച്ച മീൻകറിയൊക്കെ കൊണ്ട് വേണേ. പുഷ്പേട്ടനെ കണ്ടു കിട്ടുന്നവരെ ഞാൻ ജലപാനം കഴിക്കൂല. മോനെ നീ കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട. ഇപ്പൊ കാണിച്ചതേ എനിക്ക് വേണ്ട. നേരമായി. നീ അവനെ ഇങ്ങനെ വഴക്ക് പറയല്ലേ? ഒന്നും കഴിക്കില്ല. ഇരിക്കുന്ന കണ്ടില്ലേ അവൻ? എനിക്ക് വേണ്ട. ഒരുരുള കഴിക്കും മോനെ. എനിക്കിപ്പോ വേണ്ട. അച്ഛ ഇത് ആർക്കാ ചോറെടുക്കുന്നേ? ഇവിടെ 3-4 പൂച്ചകളുണ്ട്. രാത്രി കിടക്കാൻ നേരം ജനലിന്റെ അവിടെ വരും. എനിക്കിതൊക്കെ തന്നെയല്ലോ ഒരു രസം, അല്ലാതെ എന്താ? നിനക്ക് വേണ്ട എന്നാ കഴിക്കേ. ചോറ് മാത്രമെങ്കിലും കഴിക്കേ. കഴിക്കടാ. ഞാനത് കൊടുത്തോട്ടെ. കഴിക്കടാ. എനിക്ക് വേണ്ട. മോനെ നീ അടി വാങ്ങിക്കും കേട്ടോ. ഇതാണ് ആള്. നിങ്ങളാണ് ഈ രവീന്ദ്രൻ? അതെ സാറേ. എന്താ? നമ്മൾ ഈ മണ്ണാമല സ്റ്റേഷനിൽ നിന്ന് വരികയാണ്. പുഷ്പരാജനെ കാണാനില്ലെന്ന് പറഞ്ഞൊരു പരാതി കിട്ടിയായിരുന്നു. പുഷ്പരാജനെ കാണാനില്ല, അതൊക്കെ ശരി തന്നെ സാറേ. പക്ഷെ പരാതി കൊടുത്ത ഞാനല്ല, എൻ്റെ മോളാ. നിങ്ങൾ പുഷ്പരാജൻ ആരാ? എൻ്റെ മോളുടെ ഭർത്താവാണ്. പിന്നെ എന്താ ഈ പരാതി കൊടുത്തത്? ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഞാനല്ല പരാതി കൊടുത്തത്, മോളാ. സാധാരണ ഇങ്ങനെ പോവാറുണ്ടോ മൂപ്പർ? പിന്നല്ലാതെ, അവന്റെ സ്ഥിരം പരിപാടിയാണ് സാറേ ഇത്. വരാതിരുന്നാ മതിയായിരുന്നു. എൻ്റെ മോക്ക് അത്രയും അടിയും തൊഴിയും കുറച്ച് കൊണ്ടാൽ മതിയല്ലോ. നിങ്ങൾ ആ ഷീജയെന്ന് വിളിച്ചാണ്? മോളും പുഷ്പരാജനും ഇവിടെ അല്ല താമസിക്കുന്നത്. അവള് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. രാവിലെ അവളുടെ വീട്ടിലോട്ട് പോയി. ഇതാകെ കൺഫ്യൂഷൻ അല്ല സാറേ. ഈ ഷീജ ശരിക്കും നമ്മുടെ ശേഷം വരുന്നില്ല വരുന്നത്? പിന്നെ അതല്ല ഒരു പരാതി. ഫോൺ നമ്പർ ഒന്നും ഇല്ലല്ലോ. ഒന്ന് ഫോൺ നമ്പർ തരാൻ പറ്റുമോ ഷീജരെ? തരാം സാർ. പറ. 98 46 98 46 14 15 15 20. 20. ഇയാളുടെ ജോലി എന്തായിരുന്നു? അവന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല സാറേ. നമ്മളൊന്ന് അന്വേഷിക്കട്ടെ. ചിലപ്പോൾ സ്റ്റേഷനിലോട്ട് വിളിപ്പിക്കും. വരേണ്ടി വരും കേട്ടാ. സാറേ, അയാൾ എന്തായിരിക്കും അവിടെ കുഴിച്ചിട്ടുണ്ടാവുക? നീ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി. എടാ, പട്ടാ പകൽ ആരെങ്കിലും കുഴിച്ചിടും? വെറും മണ്ടത്തരം പറയല്ലേ. സാറൊന്ന് ആലോചിച്ച് നോക്ക്. രവീന്ദ്ര, അവിടെ എന്താ കുഴിച്ചിട്ട്? ഇതൊരു ചത്ത പട്ടിയാണ് സാറേ. ചത്ത പട്ടി? ഇതിലെന്തോ ചീഞ്ഞ് നാറുന്നുണ്ട്. അതല്ലേ അവിടെ കുഴിച്ചിട്ടത്? അയാൾ ആളെത്ര പഠിപ്പല്ല സാറേ. നിങ്ങൾ തമ്മിലൊരു പ്രശ്നം എന്തിനാണ്? അല്ല, നിങ്ങൾ തമ്മിലൊരു ബന്ധം എന്താണെന്ന് പറ. സാറേ, എൻ്റെ മോള് കവിതയുടെ പിറകെ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. കാലന് കെട്ടിക്കൊടുത്താലും ഇവന് കെട്ടിക്കൊടുക്കൂല. സാറേ, എന്നെ പോലെ നല്ല മാന്യായ പയ്യനല്ലാതെ ഇങ്ങനെ വേറെ ആരെങ്കിലും കിട്ടുമോ? മാമൻ എങ്കിൽ ഒരു കാര്യം ചെയ്യും, അങ്ങോട്ട് മാറിയിക്ക് കേട്ടാ. നിങ്ങളുടെ കവിതയുടെ കാര്യത്തിൽ ആദ്യം ഒരു തീരുമാനം എത്തും രണ്ടുപേരും കൂടെ കേട്ടാ. അങ്ങോട്ട് മാറിയില്ല. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? വിരേറ്റ് കയറി വാ മോനാ. അവിടേക്ക്. മോനാ, ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം വേണം. പറയാം സാറേ, പറയാം. അപ്പോൾ ഈ പുഷ്പരാജനും മോഹനും തമ്മിൽ എന്താണ് ഇടപാട്? അത്
ഈ പുഷ്പരാനി അടുത്ത് ഞാൻ ഒരു കടമുറി ഏർപ്പാടായി കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഞങ്ങൾ തമ്മിൽ യാതൊരുവിധ ഇടപാടില്ല സാറേ. ആ അത് ശരിയല്ലല്ലോ മോന. ഇല്ല സാർ. പുഷ്പരാജന്റെ ഭാര്യ പറഞ്ഞത് നിങ്ങൾ ഭയങ്കര അട്ടയും ചക്കരയും പോലെ അടത്താൻ പറ്റാത്ത ബന്ധാണെന്നാണല്ലോ. ഏയ് അങ്ങനെ വെച്ചാ മോന എന്റെ കൈക്ക് വെറുതെ പണി ഉണ്ടാക്കൻ കള്ളം പറയുന്നു. കള്ളോ? ഞാൻ അത് പോട്ടെ മോന. അപ്പോ ഈ കടമുറിയുടെ വാടകയും എഗ്രിമെന്റ് എല്ലാം എങ്ങനെയാണ് സെറ്റിലാക്കിയത്? സാർ എഗ്രിമെന്റ് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ആളായിട്ട് ചെന്ന്. അപ്പൊ പൈസ ആയിട്ട് പുഷ്പരാജൻ വരാന്ന് പറഞ്ഞിട്ട് പുഷ്പരാജൻ വന്നില്ല. പിറ്റേ ദിവസമാണ് അറിയണത് പുഷ്പരാജൻ പൈസ ആയിട്ട് മുങ്ങിന്നുള്ളത്. ആര് പറഞ്ഞു മുങ്ങി? ആര് പറഞ്ഞു മുങ്ങിന്നുള്ളത് മറ്റേ രവിയാശാൻ പറഞ്ഞിട്ടാണ് ഞാൻ അറിയണത്. പുഷ്പരാജന്റെ മാമൻ അമ്മായച്ചൻ. ആ രവിയാസൻ എനിക്ക് നേരത്തെ അറിയാവോ? രവിയാശൻ ഇതുപോലെ തന്നെ രവിയാശന്റെ വീട്ടില് തലക്കച്ചവടം എന്ന് പറഞ്ഞ പുഷ്പരാനാണ് എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അപ്പൊ അവിടെ ചെന്നപ്പോ രവിയാശാൻ പറഞ്ഞ് ഇപ്പൊ സ്ഥലമൊന്നും കൊടുക്കണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ബന്ധമാണ് ഞങ്ങള്. ഈ പുഷ്പരാജന മോഹൻ അവസാനമായിട്ട് കണ്ടത് എപ്പോഴാ? അത് ഞാൻ അവസാനമായിട്ട് കണ്ടത് മറ്റേ ഒരു രവിയേട്ടന്റെ വീട്ടില് എന്തോ കാര്യത്തിന് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പയ്യന്റെ ബൈക്കിന്റെ പുറകെ കയറി പോയി. അതാണ് ഉണ്ടായത്. ബൈക്ക് ഒരു ഫുട്ബോൾ കളിക്കണ പയ്യന്റെ പുറകിലാണ് പേര്. അവന്റെ ടീഷർട്ടിന്റെ പുറകിൽ അവന്റെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു സാറേ. എന്തൊരു മറവിയുടെ ഇത്ര ആലോചിക്കാൻ എന്തൊരു എന്താണ് സാർ അവന്റെ പേര്? മറ്റേ എന്നോടോ? ആ റൊണാൾഡോ. അവന്റെ ടീഷർട്ടിന്റെ പുറകിൽ റൊണാൾഡോ എന്ന് എഴുതിയിട്ടുണ്ടായി. ഇവ എന്തൊരു തേങ്ങയുടെ പറയണ. ഈ പുഷ്പരാജനെ രവിയാശന്റെ വീട്ടിൽ പോയത് ഈ അവിടുത്തെ കടമുറിയുടെ അഡ്വാൻസ് വാങ്ങാനാണെന്ന് നിനക്കറിഞ്ഞൂടെ? എനിക്കറിയില്ല സാറേ. ഡേ മോനെ, നീ സത്യം പറയടാ മോനെ. സാറേ കുറച്ച് വെള്ളം തരും സാറേ. കുറച്ച് വെള്ളം കൊടു. പിന്നെന്താ? കുടി. നീ സാവകാശം കുടിച്ചാ പയ്യെ കുടിച്ചാ മതി. കുടി, പയ്യെ കുടി. കുടിക്കണേക്കെ കൊള്ളാം, പക്ഷെ നീ സത്യം പറയണം. പറയാം സാറേ. സാറേ ഞാൻ താമസിക്കണ വീടിൻ്റെ ഒരു 2 കിലോമീറ്റർ ചുറ്റളവിൽ സത്യസന്ധനായിട്ട് സ്വഭാവമുള്ളവർത്തും താമസിക്കേണ്ടത് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുമ്പോഴാണ് ഞാൻ അറിയണത്. നീ ആരെ കാര്യോടെ ഈ പറയണത്? എൻ്റെ കാര്യം തന്നെയാണ് സാറേ. അപ്പോൾ ഇത്ര സത്യസന്ധനായി ഞാൻ ഒരിക്കലും സാറിൻ്റെ മുഖത്ത് കള്ളം പറയൂ സാറേ. നീ ഇപ്പൊ എന്റെ മുഖത്ത് നോക്കി ചോദ്യം ചെയ്യുന്നാടേ. ബൈക്കിൽ ആര് പോയി ആ പുഷ്പരാജനെയും കൊണ്ട്? അത് പറ. റൊണാൾഡോ. വലിച്ചിടക്കണം. എന്റെ സാറേ ഇവൻ നാടകം കളിക്കുന്നു. നാടകം പോലീസ് സ്റ്റേഷനിൽ എടുക്കല്ലേ? 10:30 മണിക്ക് ഒരു പരിചയമില്ലാത്ത ഒരുത്തന്റെ ബൈക്കിന്റെ പിറകെ ഇത്രയും തുക പുഷ്പരാജ് ഒറ്റയ്ക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞ മോഹന വിശ്വസിക്കാൻ പാടാ. മനസ്സിലായില്ലേ? അന്നവൻ നിന്റെ ബൈക്കിന്റെ പിറകെ ഇരുന്ന് പോയത് കണ്ടവരുണ്ട്. സാറിന്റെ സ്കൂട്ടർ കംപ്ലൈന്റ് ആയിരുന്നു. അത് നന്നാക്കാൻ ഞാൻ വർക്ക്ഷോപ്പിൽ കൊടുത്തേക്കായിരുന്നു. പിന്നെ എങ്ങനെയാണ് സാറേ എന്റെ വണ്ടിയുടെ പുറകെ കയറി പോണത്? സാറേ ഇവൻ മോഹന സത്യം പറ. സാറേ ഞാൻ പറഞ്ഞ സത്യമാണ് സാറേ. എന്തോന്ന്? ഞാനല്ല ഇത് ചെയ്തേക്കണത്, മറഡോണ. എന്റെ മുഖത്ത് നോക്കി കുറച്ച് വെള്ളം കൊണ്ടാവന്. ആ വിനോദേ, എന്തിനുണ്ട് വിശേഷങ്ങൾ? ആണോ? അവരവിടെ ഉണ്ടാ? എന്നാ വന്നേ? നീ കണ്ട് സംസാരിച്ചിരുന്നോ? ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വരാം.